കൊടുമ്പിരി കൊള്ളുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സംസ്ഥാനത്തുടനീളം ചൂടുപിടിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു മുഴം മുന്നെയാണ് CPM-ഉം BJP-യും. എന്തായാലും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്താത്തതിൻ്റെ പേരിലാണ് പ്രചാരണം തുടങ്ങാത്തതെന്നാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നുറപ്പുള്ള ശശി തരൂർ. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തിൻ്റെ ശബ്ദമായി പാർലമെന്റിൽ ഉള്ള വ്യക്തി കൂടിയാണ്. എന്തായാലും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന DCC അധ്യക്ഷൻ പാലോട് രവി ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. വലിയ തരത്തിലുള്ള പ്രചാരണമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി തുടക്കമിട്ടിട്ടില്ല എന്ന തരത്തിലൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് വസ്തുത? സംഘടന തെരഞ്ഞെടുപ്പിലെ ഇത് നടക്കുന്നത് ബൂത്തിലാണ്. 1307 പോളിംഗ് ബൂത്തുണ്ട് ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്ക്. ബൂത്തിലെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ഒരു 6 മാസക്കാലത്തെ ഞങ്ങളുടെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ബഹുദൂരം ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. 4 സെക്ടറാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 7 അസംബ്ലി, 2 14 ബ്ലോക്ക്, അത് കഴിഞ്ഞ് 85 മണ്ഡലം, 1307 ബൂത്ത്. ഈ 4 തലത്തിലുമുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് കൂടി തൃപ്തികരമായ തരത്തിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, പുറത്തേക്ക് അത് പ്രകടമല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബൂത്ത് തരത്തിലുള്ള പ്രവർത്തനം സജീവമാണെന്ന് പറയുമെങ്കിലും ഇപ്പം CPM-ൻ്റെയും അതോടൊപ്പം തന്നെ BJP-യുടെയും ഒക്കെ വലിയ ഫ്ലക്സ് ഹോൾഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാന നഗരം മുഴുവൻ. അവിടെ തരൂരിൻ്റെ ഒരു ചിത്രം എങ്ങും കാണാൻ കഴിയുന്നില്ല എന്നാണ് പുറത്തു നിന്നുള്ള ഒരു വിലയിരുത്തൽ. അല്ല, അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പുറത്തു കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു 4 ദിവസത്തിന് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ 3 കേന്ദ്രങ്ങളിൽ, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പുത്തരിക്കണ്ട, 10,000ങ്ങളാണ് വന്നത്. അത് ഒരു ജില്ലയിൽ 3 സ്ഥലത്താണ്. മറ്റു ജില്ലകളിലൊക്കെ 1 സ്ഥലത്ത് അല്ലെങ്കിൽ 2 സ്ഥലത്തായിരുന്നു. നെടുമങ്ങാട് 10,000-ഓളം പ്രവർത്തകർ ഒരുമിച്ച് കൂടി. അതുപോലെ തന്നെ ആറ്റിങ്ങൽ, ഇവിടെ പുത്തരിക്കണ്ട മൈതാനം നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഒരു 4 മണി മുതൽ രാത്രി 8 മണി വരെ എത്ര പേരുണ്ടായിരുന്നു, എത്ര ഇതായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ശശി തരൂർ മുമ്പ് മത്സരിച്ചതിനേക്കാളേറെ ഞങ്ങൾക്ക് കേന്ദ്രവും സംസ്ഥാനവും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ഭരണത്തിലല്ല, പ്രതിപക്ഷത്താണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഭരണകക്ഷികളാണ് ഞങ്ങളെ എതിർക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് എത്രമാത്രം ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ 3 സ്ഥലങ്ങളിൽ നടന്ന ഇത്രയൊരു ബഹുജന പ്രവാഹം. അല്ല, ഈ ആറ്റിങ്ങിലടക്കം അദ്ദേഹം പ്രചാരണം അനൗദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവിടെയും ശ്രീ തരൂര് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് പുറം നന്നായി യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയാണ് അദ്ദേഹം. പിന്നെ ആറ്റിങ്ങൽ MP അത് അദ്ദേഹത്തിൻ്റെ വേറൊരു സ്റ്റൈലാണ്. അദ്ദേഹം കഴിയുന്നിടത്തോളം ഈ മറ്റു പരിപാടികൾക്കൊന്നും പോകാതെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ വിളിച്ചാൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബൗദ്ധിക മണ്ഡലത്തിൽ ഇത്രയും എഴുത്തും വായനയും സാഹിത്യവാസനയും ഒക്കെ ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാംസ്കാരിക വേദികളിൽ അദ്ദേഹത്തെ ക്ഷണിക്കും. അതിലൊക്കെ അദ്ദേഹത്തിന് പോകേണ്ടി വരും. പക്ഷെ സ്വാഭാവികമായും അതെല്ലാം മാറ്റിവെച്ച് ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നിരന്തരമായി കോൺസ്റ്റിറ്റ്യുവൻസി പ്രോഗ്രാമുകളുണ്ട്. താങ്കളോട് വ്യക്തിപരമായ ഒരു കാര്യം കൂടെ, താങ്കൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പം പിന്നോട്ട് പോയി നിൽക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വലിയ തരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പെരിങ്ങമലയിലെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? താങ്കൾ പൂർണ്ണമായി സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് തിരികെ വന്നു? ഞാനതിനകത്ത് സ്വാഭാവികമായിട്ടും 50-55 വർഷം കൊണ്ട് സംഘടനാ പ്രവർത്തനം നിൽക്കുന്ന ഒരാളാണ്. സംഘടനാ പ്രവർത്തനം എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കേസുമാണ്. ഇപ്പം നിയമസഭാ പ്രവർത്തനം 10-15 വർഷം നിയമസഭയിൽ പോയി, കുറേ കാലം ഡെപ്യൂട്ടി സ്പീക്കറായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ 20 വയസ്സുള്ളപ്പോൾ ഞാൻ KPC മെമ്പറായി. ഇതെൻ്റെ 50-ാം വർഷമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഞാൻ അംഗമായി. അപ്പോൾ സ്വാഭാവികം സംഘടനാ പ്രവർത്തനം എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം സംഘടനാ പ്രവർത്തനങ്ങൾ എങ്ങനെ താഴെത്തട്ടിൽ സജ്ജമാക്കിയെടുക്കണം. അതിൽ എനിക്കൊരു മനസ്സിന് ചെറിയൊരു പ്രയാസം പോലെ ഉണ്ടായിരിക്കണം. എൻ്റെ സ്വന്തം സ്ഥലത്ത് 20 തവണ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിട്ട് ഞാനത് മാധ്യമങ്ങളോട് പറയണമായിരുന്നു എന്ന് പലതവണ ആലോചിച്ചു. കാരണം 20 മെമ്പർമാരുള്ള ഒരു പഞ്ചായത്തിൽ കോൺഗ്രസിന് 6 പേരെ കൈപ്പത്തിയിൽ ജയിച്ചു. 20-ൽ 6 ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ പഞ്ചായത്തുണ്ടായത്. ഇതാരും പുറത്തു കൊണ്ടുവന്നില്ല. എങ്ങനെ 20 പഞ്ചായത്തുള്ളിടത്ത് 20 പഞ്ചായത്ത് മെമ്പർമാരിൽ
9 മെമ്പർമാർ CPM, 6 കോൺഗ്രസ്. ഞങ്ങൾ 3 സ്വതന്ത്രന്മാരെ കൂടെ കൂട്ടിയാണ് 6, 3, 9. പിന്നെ ഒരു BJP അവരൊറ്റയ്ക്ക് നിൽക്കുന്നു, ബാക്കി CPM. അല്ല, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കളത് മുതിർന്ന, താങ്കൾ തന്നെ പറയുന്ന 50 വർഷത്തെ ഒരു പ്രവർത്തന പരിചയം, പ്രത്യേകിച്ച് ഈ സമരാഗ്നിയൊക്കെ പുരോഗമിക്കുന്നതിനിടയിൽ താങ്കൾ അങ്ങനെ ഒരു രാജ്യപ്രഖ്യാപനം നടത്തിയത്, അത് തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കുന്നതാണ്. അതിൽ ഒരു പ്രവർത്തകർക്കിടയിലും നേതൃത്വത്തിനിടയിലും അതൊരു വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്കതിനകത്ത് ഞാൻ ഒരു തൊട്ട് ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ ഇരുന്ന് ഞാൻ ഈ ഓഫീസിൽ ഇരുന്ന് തന്നെ ഒരു 10-20 തവണ ഞാൻ ചർച്ച നടത്തി. ഈ സ്വതന്ത്രരെ പിണക്കി വിടാതിരിക്കാൻ മുസ്ലിം ലീഗിന് 2 മെമ്പർമാരുണ്ടായിരുന്നു, അതിനകത്ത് ചെറിയൊരു ഭിന്നിപ്പ് വന്നു. അത് പരിഹരിക്കാനൊക്കെ ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണെങ്കിലും അതെനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു ധാർമ്മികമായ ഒരു ബന്ധമുണ്ടാണ് ഞാൻ രാജിവെച്ചത്. അല്ല, താങ്കളുടെ ഈ രാജ്യപ്രഖ്യാപനം പിൻവലിക്കാൻ ഏറ്റവും സമ്മർദ്ദം ചെലുത്തിയത് ആരായിരുന്നു? എന്നെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും AK ആന്റണി 3 പേരും പറഞ്ഞു രാജിവെക്കരുത്. എന്നെ ഇവർക്ക് 3 പേർക്കും വളരെ അടുത്തറിയാമെന്നുള്ളത്. അതിൽ ഞാൻ DCC പ്രസിഡന്റ് ആകുന്നത്, ഞാൻ DC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നെ ശ്രീ സുധാകരനും അതുപോലെ തന്നെ ശ്രീ പ്രതിപക്ഷ നേതാവും എന്നെ വിളിച്ചു വരുത്തി എന്നോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ സീനിയറായ ഒരാൾ തിരുവനന്തപുരത്ത് ഈ സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണം, അതുകൊണ്ട് ഒരു കൺസെൻസസ് നെയിം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആലോചിച്ച് രവി കുറച്ചു കാലം DCC പ്രസിഡന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ DC പ്രസിഡന്റ് ആയത്. പക്ഷെ ഞാൻ അതിനുശേഷം ഇവിടെ നടന്നിട്ടുള്ള 2 തവണ സെക്രട്ടേറിയറ്റ് ഉപരോധം നടന്നു, 10-15 തവണ രാജഭവൻ മാർച്ച് നടന്നു, നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു 56 ദിവസം സമരം നടത്തി. ഒരു സമര പരിപാടിയിലും ഒന്നും നമ്മുടെ സംഘടന പുറകോട്ട് പോയില്ല. സംഘടന കുറേശ്ശെ എന്നാലും ഒരുപാട് നമുക്കറിയാം ചില മേഖലകളിലൊക്കെ നമുക്ക് കുറവുണ്ട്. നമുക്ക് അത് പരിഹരിച്ചു ഞങ്ങൾ 3ആയി തരംതിരിക്കുകയാണ്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, രണ്ടാമത് അവിടെ പ്രവർത്തകരുണ്ട്, വോട്ടുമുണ്ട്. രണ്ടാമത്തത് പ്രവർത്തകർ കുറവ്, വോട്ടുണ്ട്. മൂന്നാമത് പ്രവർത്തകരും കുറവ്, വോട്ടും കുറവ്. ഈ പ്രവർത്തകരും കുറവ്, വോട്ടും കുറവുള്ള സ്ഥലത്തേക്ക് ഈ പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായി ഞങ്ങളവിടെ ചുമതല കൊടുക്കുക. പാർട്ടിയും അപ്പം അവിടെയും ശ്രദ്ധ വേണം, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന വോട്ട് മുഴുവനും ഈ പ്രവർത്തകരും കുറവ്, വോട്ടും കുറവുള്ള സ്ഥലത്ത് ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. അപ്പം ഇപ്പം ഞങ്ങൾ ഈ 1307 ബൂത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു 118 ബൂത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. ആ 118 ബൂത്തിൽ ജോലി അറിയാവുന്നുള്ള, സംഘടനാ പ്രവർത്തനം അറിയാവുന്നുള്ള പ്രാദേശിക നേതാക്കന്മാർ, പ്രാദേശിക ജനപ്രതിനിധികൾക്ക് ഞങ്ങൾ ചുമതല കൊടുക്കുക. ഓക്കെ, ഒരു അവസാനമായി ഒരു കാര്യം കൂടി. കഴിഞ്ഞ ദിവസം ഈ സമരാഗ്നി സമാപിക്കുന്ന സമയത്ത് ദേശീയഗാനം പാടുമ്പോൾ ഒരു വരി താങ്കൾക്ക് തെറ്റിപ്പോയതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളടക്കം പ്രതിപക്ഷ അല്ലെങ്കിൽ മറ്റ് ഇടത് കേന്ദ്രങ്ങളടക്കം വലിയ വിമർശനം, സൈബർ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ എന്താണ്? ഞാനതിനകത്ത് വിശദീകരണം കൊടുക്കാത്തത്, ഞാൻ തിരുവനന്തപുരത്തെ എല്ലാ വേദികളിലും ദേശീയഗാനം ആലപിക്കുന്ന ആളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കനകക്കുന്നിൽ ISRO ചെയർമാൻ അവാർഡ് കൊടുക്കാൻ വന്ന ചടങ്ങ്, ആ ചടങ്ങിൽ വലിയ പ്രോട്ടോക്കോളാണ്. അന്ന് തിരുവനന്തപുരത്തുള്ളൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ പരിപാടിയുടെ കോർഡിനേഷൻ നടത്തിയത്. അവരെൻ്റെ പാർട്ടിക്കാരായിരുന്നില്ല. അന്ന് ഞങ്ങളുടെ ഘടകകക്ഷിയായിരുന്നു, ഇപ്പം നമ്മുടെ ഘടകകക്ഷിയല്ല. അവരാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. അന്ന് ഈ ആങ്കറിനോട് എഴുതി കൊടുത്തു, ദേശീയഗാനം എഴുതി കൊടുത്തു. പക്ഷേ അവരോട് അവിടെ നിന്ന് വന്ന SPGക്കാർ പറഞ്ഞു വേണ്ട ദേശീയ. പക്ഷെ ഇത് ആ കുട്ടിയിൽ അറിയിക്കാൻ അനങ്ങാൻ സമ്മതിച്ചില്ല. ഈ ആങ്കറിൻ്റെ അടുത്ത് ഈ ദേശീയഗാനം വേണ്ട എന്ന് SPGക്കാർ പറഞ്ഞു. ചടങ്ങ് തുടങ്ങി. ഞാനായിരുന്നു സ്വാഗതം. മുഖ്യമന്ത്രിമാർ, മോഹൻലാൽ, മറ്റേ തമിഴ്നാടൻ ശരത്ത്, അവിടെ ഒരു വലിയ വേദിയാണ്. അവസാനം ഈ കുട്ടിയങ്ങ് ദേശീയഗാനം അനൗൺസ് ചെയ്തു. പ്രധാനമന്ത്രി അടക്കം എഴുന്നേറ്റങ്ങ് നിന്നു. എല്ലാവരും അവിടെ ദേശീയഗാനം. ഞാൻ നേരെ ചെന്ന് ദേശീയഗാനം ചൊല്ലി നന്നായിട്ട് ആ ചടങ്ങ് അവസാനിപ്പിച്ചു. അവിടെ മാത്രമല്ല, രാഹുൽ ഗാന്ധി വന്ന ചടങ്ങിൽ ഞാനായിരുന്നു ദേശീയഗാനം. എനിക്ക് ദേശീയഗാനം ആലപിക്കുന്നത് വളരെ അഭിമാനത്തോടെ, അങ്ങനൊരു അവസരം കിട്ടുന്നത് വളരെ അഭിമാനത്തോടെ കാണുന്നതാണ്. ഞാനിവിടെ അന്നത്തെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഞാനൊരു 4 ദിവസം ഒരു 3 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. അന്ന് എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഈ ആറ്റിങ്ങലും നെടുമങ്ങാടും തിരുവനന്തപുരത്തും ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് DC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനാണ്. അന്ന് 12 മണിക്കൊക്കെ ഞങ്ങൾ ആ സ്റ്റേജിൽ കസേര ഇടുകയാണ്. 12 മണിക്ക് അവിടുത്തെ ചൂട് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചു. അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് എയർപോർട്ടിൽ പോകണം. അതുപോലെ തന്നെ ഈ സ്റ്റാച്യു നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ കൂടെ കയറണം. ഞാനന്ന് വളരെ പരിക്ഷീണനായിരുന്നു. അവസാനം അവിടെ സമ്മേളനത്തിൽ കുറച്ചാളുകൾ
ആയിരക്കണക്കിന് ആളുകൾ വന്നെങ്കിലും KPC പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ കുറച്ച് ആളുകൾ കുറവായിരുന്നു. അത് എനിക്കും പ്രയാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കൂടെ വന്നപ്പോൾ എനിക്കും പ്രയാസമുണ്ട്. അതിനുശേഷം ദേശീയഗാനം അധ്യക്ഷൻ ഞാനാണ്. ഞാൻ ദേശീയഗാനം പറഞ്ഞു. ഞാൻ വിചാരിച്ചു റെക്കോർഡുണ്ടാവുമെന്നാണ്. ഞാൻ അല്പം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ദേശീയഗാനത്തിന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ആളുണ്ടായിരുന്നു, ഇതിനാളില്ല. ഞാൻ തന്നെ പോയി. എനിക്കറിയാം, കാരണം എനിക്ക് ദേശീയഗാനം പാടുന്നത് വലിയ താല്പര്യമുള്ളൊരു കേസാണ്. ഞാൻ നന്നായിട്ട് കവിത എഴുതും, നന്നായിട്ട് ദേശീയഗാനം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ചെന്നപ്പം ഞാനിങ്ങനെ ഈ പറയും പോലെ കഴിഞ്ഞ 2-3 ദിവസത്തെ വളരെ ക്ഷീണവും ഒക്കെ എനിക്കുണ്ട്. അങ്ങനെയാണ് ആ ഒരു ചെറിയ സ്ലിപ്പ് ഓഫ് ടങ് അതിനകത്ത്, ചെറിയൊരു സ്ലിപ്പ് ഓഫ് ടങ്. ഞാനത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റെക്കോർഡുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അപ്പം തന്നെ ഇതിലെ നേതാക്കൾ ആരെങ്കിലും വിശദീകരണം വല്ലതും ചോദിച്ചു? ആരും ചോദിച്ചിട്ടില്ല എന്നോട്. അതൊരു സ്ലിപ്പ് ഓഫ് ടങ്ങാണ് എന്ന് അവിടെ ഇരുന്നവർക്കും അവിടെ കേട്ടവരും മാധ്യമ സുഹൃത്തുക്കൾക്കും ബോധ്യം വന്നതുകൊണ്ടാണ്. മാധ്യമങ്ങളൊന്നും എന്നെ അതിൽ കുറ്റപ്പെടുത്തിയില്ല, ഒരു മാധ്യമം എന്നെ കുറ്റപ്പെടുത്തിയില്ല. എന്തായാലും വലിയ തിരക്കുകൾക്കിടയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും സംഘടനാ തലത്തിൽ പ്രവർത്തനം സജീവമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്ന മുറയ്ക്ക് തന്നെ ഔദ്യോഗികമായി പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് DCC അധ്യക്ഷൻ പാലോട് രവിയും ഒപ്പമുള്ള സഹ ഭാരവാഹികളും. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, News 18.